ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇസ്ലാം എന്നത് ഒരു പ്രകൃതി മതമാണ്. ഇസ്ലാം ചർച്ച ചെയ്യാത്തൊരു വിഷയം ഇല്ല എന്നുറപ്പിച്ച് പറയാൻ കഴിയും. മനുഷ്യൻ്റെ രക്ഷിതാവായ സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളാണല്ലോ ഇസ്ലാം. നമ്മുടെ മക്കളുടെ കാര്യം തന്നെ എടുക്കുക. മക്കളുടെ കാര്യത്തിൽ ഇസ്ലാമിന് എന്ത് കാഴ്ചപ്പാടാണ് എന്നൊരാൾ ചോദിച്ചാൽ ഇസ്ലാമിന് അതിൻ്റെ കൃത്യമായ ഉത്തരമുണ്ട്. ഒരു മകൾ എന്നത് അത് സൃഷ്ടാവായ അള്ളാഹു തരുന്ന ദാനമാണ്. ഒരു കാര്യം സമ്മാനമായി ലഭിച്ചാൽ, ദാനമായി ലഭിച്ചാൽ, ആ കാര്യത്തെ ദാനം നൽകിയവൻ്റെ തൃപ്തിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം. രണ്ടാമത്തത്, അത് കേടുവരുത്തുന്നത്, അത് നശിപ്പിക്കുന്നത് ദാനം നൽകിയവന് ഇഷ്ടമാവില്ല. മൂന്നാമത്തത്, എന്തിനാണോ ദാനം നൽകിയത് ആ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിലേക്കായിരിക്കണം ആ ദാനത്തെ, അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടത്. മക്കളില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. മുഴുവൻ ആൺകുട്ടികളായി പെൺകുട്ടികളില്ലാതെ ജീവിക്കുന്നവരുണ്ട്. മുഴുവൻ പെൺമക്കളായി ആൺകുട്ടികളില്ലാതെ ജീവിക്കുന്നവരുണ്ട്. രണ്ടു കൂട്ടരും ഇടകലർന്നുള്ളവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ ആളുകളുണ്ട്. അപ്പോൾ കിട്ടിയ ദാനത്തെ നല്ല നിലയിൽ മെച്ചപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ മാർഗരേഖ ഇസ്ലാം പുറപ്പെടുവിക്കുന്നുണ്ട്. ആ മാർഗരേഖ കൃത്യമായി സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സമ്മാനം ലഭിച്ചാൽ ആ സമ്മാനത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും അതിനെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് അർത്ഥം. രണ്ടാമത്തത്, കുട്ടികൾക്ക് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളെ നിരാകരിക്കാൻ പാടില്ല. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്ത് വന്നിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും പാനീയം കിട്ടിയാൽ, എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ വലതുഭാഗത്തിലൂടെയാണ് അത് വിതരണം ചെയ്യുക. അപ്പോൾ കുട്ടിക്ക് ആദ്യം കിട്ടാനല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പാനീയം കുടിച്ചെടുത്ത് ചുണ്ടുവെച്ച് കുടിക്കാൻ, അത്രയും സ്നേഹമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാനീയം കുടിച്ചതിന് ശേഷം ഇടതുഭാഗത്ത് വലിയ വലിയ പ്രമുഖരിയ്ക്കുന്നുണ്ട്, വലതുഭാഗത്ത് കുട്ടിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തെ ആളുകൾക്കത് കൊടുത്തോട്ടെ എന്നൊരു അനുവാദം കുട്ടിയോട് ചോദിക്കുന്നുണ്ട്. കുട്ടി പറയുന്നുണ്ട്, അല്ല, ഞാനിവിടെ ഇരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാക്കി കുടിക്കാനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ ആ അവകാശത്തെ നിരാകരിക്കുകയല്ല, അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ കാര്യത്തിലും അങ്ങനെ. ചെറിയൊരു കുട്ടിയാണ് എന്ന് വിചാരിച്ച് അതിനെ ഒഴിവാക്കുന്നില്ല. അപ്പോൾ അതേപോലെ കുട്ടികൾക്കുള്ള അവകാശമാണ് അവർക്ക് ഈ കാലത്ത് പഠിക്കാനും വിദ്യാഭ്യാസം നേടാനും, അതേപോലെ വീട്ടിലുള്ള അവിടെ പ്രാഥമിക കാര്യങ്ങളിൽ വസ്ത്രം, ഭക്ഷണം, അതേപോലെ ഉറക്കം, ഈ കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് മുന്നോട്ട് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കളത് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ഭക്ഷണം, വസ്ത്രം, അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കണം. അതിനൊക്കെ വമ്പിച്ച പ്രതിഫലമാണ്. അയാൾ ഒരു നല്ല വഴിയിലാണ്, അയാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണെന്നാണ് പറയാം. അങ്ങനെ പറയാം, അയാൾ അള്ളാഹു തൃപ്തിപ്പെട്ട മാർഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരാൾ പുറത്തേക്ക് ജോലിക്ക് പോയി തിരിച്ചു വരിക എന്നത് മഹത്തായ ഒരു കാര്യം തന്നെയാണ്. അവിടെ വിദ്യാഭ്യാസം, അവർക്ക് അറിവ് നൽകണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഒരു കുട്ടി പരാതി പറഞ്ഞു. രക്ഷിതാവ് വന്ന് പരാതി പറഞ്ഞു. കുട്ടി അനുസരിക്കുന്നില്ല ഒക്കെ പറഞ്ഞ് പരാതി പറഞ്ഞു. കുട്ടിയെ വിളിച്ചു,
എന്താണ് അനുസരിക്കാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മറുപടി പറഞ്ഞത്, എനിക്കൊരു നല്ല ഉമ്മയെ അഥവാ നല്ല ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചില്ല ഉപ്പ, അതേപോലെ നല്ലൊരു പേരിട്ടില്ല, ഒരു നല്ല വിദ്യാഭ്യാസം നൽകിയില്ല എന്നൊക്കെ പരാതി പറയാൻ. യഥാർത്ഥത്തിൽ ആ കാര്യമൊക്കെ നിർവഹിക്കുന്നതിൽ പുറകോട്ട് പോകുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അത് ശരിയാക്കുവാനാണ് ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉദ്ധരിക്കുന്നത്. വളരെ മോശപ്പെട്ട പേരിടുക, അതേപോലെ കുട്ടികൾക്ക് കല്യാണം കഴിക്കുമ്പോൾ വിവാഹപ്രായമായ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ മകനെ എൻ്റെ മകൾക്ക് നല്ല ഒരു ഉമ്മ ഉണ്ടായിരിക്കണം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്. അപ്പോൾ അതേപോലെ കുട്ടികൾക്ക് സംരക്ഷണം നൽകുക, അവർക്ക് സ്നേഹവും വാത്സല്യവും നൽകുക, അതൊക്കെ ഏറ്റവും പ്രധാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മെമ്പറിൽ കയറി സംസാരിക്കുന്ന സമയത്ത് പേരമക്കൾ വരിക, ഒരു ചുവപ്പ് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു പേരമകൻ വരുമ്പോൾ ഈ വല്യപ്പയെ അല്ലെങ്കിൽ ഉപ്പപ്പയെ ലക്ഷ്യമാക്കി വരുന്ന കുട്ടിയെ മെമ്പറിലെ സംസാരം നിർത്തി ഇറങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പരിഗണിക്കുന്ന ഒരു ചരിത്രമുണ്ട്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ വയറിൻ്റെ പുറത്തു വെച്ച് ഇങ്ങനെ ഇരുത്തി. ആ സമയത്ത് ആ കുട്ടി മൂത്രമൊഴിച്ചപ്പോൾ എടുക്കാൻ വന്ന ആളോട് അത് മുഴുവൻ കഴിയട്ടെ, അത് മുഴുവൻ അവന് മൂത്രമൊഴിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ എടുത്തു മാറ്റുകയും ആ വസ്ത്രത്തിൽ വെള്ളമൊഴിച്ച് കഴുകുകയും ചെയ്തു. ഇങ്ങനെ വാത്സല്യത്തിൻ്റെ നിറകുടമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചത് ഓരോരുത്തരും മക്കളോട് വാത്സല്യത്തോടു കൂടി പെരുമാറണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളുടെ കാര്യത്തിൽ തിന്മകൾ ചെയ്യുന്നത് തടുത്തിട്ടുമുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉമർ ബിൻ അബി സലമ എന്ന കുട്ടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവർക്കുമുള്ള ഭക്ഷണമാണ്, അതിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൈ ഇങ്ങനെ പോയപ്പോൾ, നിൻ്റെ ഭാഗത്തുനിന്ന് കഴിക്കണം, വലത് കൈ കൊണ്ട് കഴിക്കണം, അള്ളാഹുവിനെ തന്ന ഈ ഭക്ഷണം നമുക്ക് നൽകിയ അള്ളാഹുവിനെ സ്മരിച്ച് കഴിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പലതരത്തിലുള്ള ഉപദേശങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമ്പോൾ ആ ഉപദേശങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ഒരു വാചകത്തിൽ പറയുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പതിവായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10 വർഷം പരിചാരകനായി നിന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടി ഒരു ദിവസം എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിൽ നിന്നും തിരിഞ്ഞു പോയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടി അങ്ങാടിയിൽ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ ചെന്ന് തോളിൽ പിടിച്ച് നീ അത് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. ആ കുട്ടി വേഗം അത് ചെയ്യാൻ പോവുകയും തിരിച്ചു വരികയും ചെയ്തു. ആ അനസ് എന്ന കുട്ടി അല്ലെങ്കിൽ ആ പരിചാരകൻ പറയുന്നൊരു വാക്കുണ്ട്, 10 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിച്ചിട്ടും എന്തുകൊണ്ട് ആ കാര്യം ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ടത് ചെയ്തില്ല, ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് ചെയ്തില്ല, ചെയ്ത കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. മറിച്ച് ഓരോരുത്തരും ചെയ്യുന്ന അബദ്ധങ്ങൾ അവർക്ക് തന്നെ മനസ്സിലായി അവർ തിരുത്തും എന്നതിലേക്കാണ് ആ കുട്ടിയെ വിട്ടത്. ഇങ്ങനെ ധാരാളമായി ഈ കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. നീതി പാലിക്കണം കുട്ടികളോട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. കുട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ മക്കൾ മുതിർന്നാൽ അവർ തമ്മിലുണ്ടാകുന്ന ക്ലാഷിൻ്റെയും അനൈക്യത്തിൻ്റെയും ഏറ്റവും വലിയ കാരണം മാതാപിതാക്കൾ അവരോട് ചിലപ്പോൾ നീതികേട് കാണിച്ചതായിരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരാൾ വരികയാണ്, എൻ്റെ മകനെ ഞാൻ ഒട്ടകത്തെ കൊടുക്കുകയാണെന്ന് പറയാം. അപ്പോൾ ഈ വ്യക്തിയുടെ ഭാര്യ അഥവാ ഈ കുട്ടിയുടെ ഉമ്മ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടല്ലാതെ അവന് മാത്രം ഒട്ടകത്തെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഒട്ടകത്തിനെ സമ്മാനമായി പിതാവ് നൽകിയതിനെക്കുറിച്ച് അഭിപ്രായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
എല്ലാ മക്കൾക്കും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കണം, അല്ലെങ്കിൽ തിരിച്ചു വാങ്ങിക്കണം. അല്ലെങ്കിൽ അത് വളരെ വലിയ അനൈക്യത്തിനും അസൂയക്കും കാരണമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിരാകരിച്ചത്. അപ്പോൾ മക്കളെ വളർത്തുന്നതിൽ ഇഞ്ചോടിഞ്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. പ്രോത്സാഹിപ്പിക്കേണ്ടിടത്ത് പ്രോത്സാഹിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്തേണ്ടിടത്ത് വളരെ നല്ല ഭാഷയിൽ സൽസ്വഭാവത്തോടുകൂടി തിരുത്താനും നിരാകരിക്കാനുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുണ്ട്. സഹാബത്തും അങ്ങനെ തന്നെ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്ന മകനോട് അന്ധയായ ഉമ്മ പറയുന്നുണ്ട്, ഒരു യുദ്ധത്തിന് പോയി ഇസ്ലാമിന് വേണ്ടി ഷഹീദാകേണ്ടി വന്നാൽ മരിക്കുന്ന ആ സമയത്ത് ഒരു ബുദ്ധിമുട്ടല്ലാതെ അതിന് ശേഷം അവർ കൈ മുറിച്ചാലും കാല് മുറിച്ചാലും ആടിനെ അറുക്കുന്നത് കണ്ടിട്ടില്ല, അതേപോലെയാണ് അതുള്ളത് എന്ന് പറയുകയാണ്. ഓരോ രംഗത്തും എങ്ങനെയാണ് മക്കൾ മുന്നോട്ട് പോകേണ്ടത് എന്ന കൃത്യമായ കാഴ്ചപ്പാട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മതം പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഹദീത്ത് പഠിക്കാനും ഒക്കെ പ്രോത്സാഹനം നൽകിയതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ ഇങ്ങനെ ധാരാളമായി ചരിത്രത്തിൽ മക്കളുടെ വിഷയത്തിൽ ഇസ്ലാം ഇടപെടുന്നത് ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. ഇത്തരം മാതൃകകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.